എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് തേർഡ് സെമസ്റ്റർ BSc നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ എക്സാം റിവിഷൻ ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം, തേർഡ് സെം BSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ 2 പേപ്പറാണ് എക്സാം എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് വൺ മൈക്രോബയോളജി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻക്ലൂഡിംഗ് സേഫ്റ്റി. രണ്ടാമത് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1. പല യൂണിവേഴ്സിറ്റിയിലും എക്സാം ഡേറ്റ് വന്നു, ചിലയിടത്ത് ഡേറ്റ് ഇനിയും വരാനുണ്ട്. We are expecting exam in May month. So, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടന്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് 1 ആണ്. ഈ ഒരു എക്സാം നിങ്ങൾക്കറിയാം, എക്സാമിന്റെ പാറ്റേൺ 75 മാർക്കിന്റെ ഒരു ഫുൾ എക്സാം, ഒരൊറ്റ സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനുള്ളത്. അപ്പൊ ഇതിൽ 75 മാർക്കിനും ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ആസ് പെർ യുവർ സിലബസ് ഓരോ ചാപ്റ്ററിൽ നിന്നും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഈ ഒരു ഫൈനൽ എക്സാമിന്റെ ടൈമിൽ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല, എങ്ങനെ പാസ്സാകാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണ് ഓരോ ചാപ്റ്ററുകൾ. അതായത് 100% ക്വസ്റ്റ്യൻ അല്ല, ഒരു 90% ക്വസ്റ്റ്യൻസും ഞാൻ ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്ന ടോപ്പിക്സുകളെല്ലാം നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ച് എക്സാമിന് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ പറ്റും. അപ്പൊ കഴിഞ്ഞ ഫസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാമുകളും സെക്കൻഡ് സെമസ്റ്ററും തേർഡ് സെമ്മും ഫോർത്ത് സെമ്മും ഒക്കെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിൽ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഞങ്ങൾ ചാപ്റ്റർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വന്നത്. പക്ഷെ ഇപ്പോഴും ഞാൻ അവിടെ 100% ഇതുവരെ 100% ചോദിച്ചെങ്കിലും ഞാൻ ഇനിയും 100% ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ പുറത്തുനിന്ന് വന്നേക്കാം, ഇതുവരെ വന്നിട്ടില്ല, എന്നാൽ ഇനിയും വന്നേക്കാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എഴുതി നിങ്ങൾക്ക് എങ്ങനെ മാർക്ക് പാസ്സാ അല്ലെങ്കിൽ നല്ല മാർക്കോട് കൂടി പാസ്സാകാനുള്ള ഒരു വഴിയാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഒരുവിധം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഒക്കെ ആയിട്ട് നോർമൽ അനാട്ടമി ആൻഡ് ഫിസിയോളജി പഠിച്ചു. നോർമലി പേഷ്യന്റിന് ചെയ്യുന്ന പ്രൊസീജിയറുകൾ പഠിച്ചു. തേർഡ് സെമ്മില് നിങ്ങൾ അനാട്ടമിയിലും ഫിസിയോളജി നോർമലി പഠിച്ചതിന്റെ അബ്നോർമാലിറ്റീസ് ആണ് പഠിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ഡിസീസസ്, ആ ഡിസീസസ് എന്താണ്, എന്ത് കാരണമാണ് ഉണ്ടായത്, എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, സയൻസ് സിംറ്റംസ് എന്തൊക്കെയാണ്, അതിൽ എങ്ങനെ ഡിസീസ് കൺഫേം ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, അതിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, നഴ്സിംഗ് മാനേജ്മെന്റ് എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് ഓരോ ഡിസീസിനെ കുറിച്ചും പഠിക്കാനുള്ളത്. നമ്മുടെ അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ നമ്മൾ സെല്ല് പഠിച്ചു, ടിഷ്യൂസ് പഠിച്ചു, അതൊരു ഫസ്റ്റ് ചാപ്റ്റർ. റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, സെൻസറി സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം, അതുപോലെ റീനൽ സിസ്റ്റം, ഇങ്ങനെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു അല്ലെ. അവിടെ നോർമൽ ആണ് പഠിച്ചത്. അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൽ എന്താ പഠിക്കുന്നത്? ഓരോ ചാപ്റ്ററിലുമുള്ള അബ്നോർമൽ ഡിസീസ്, റെസ്പിറേറ്ററി സിസ്റ്റം ഡിസോർഡേഴ്സ്, digestive system disorders, renal system disorders, endocrine system disorders, communicable diseases, ഇതുപോലെ ഓരോ സിസ്റ്റത്തിന്റെ അബ്നോർമാലിറ്റീസ് ആണ് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1 ഇവിടെ പഠിക്കും. ഫോർത്ത് സെം ആവുമ്പോൾ നിങ്ങൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 2 പഠിക്കും. ഓരോ ചാപ്റ്റർ ബേസ്ഡ് പോകുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഇതിന്റെ എക്സാം പാറ്റേൺ, എങ്ങനെ ഏത് രീതിയിലുള്ള എക്സാം ആണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലോട്ട് പോകുന്നില്ല. ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു പേപ്പറിൽ ഒന്ന് നോട്ട് ചെയ്തെടുക്കാം. അതായത് KUHSന്റെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അവർക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഇനി അതല്ല മറ്റ് യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ ഇനിയും ടൈമുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. ഒപ്പം ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. ഇതാണ് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1ന്റെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൽ 75 മാർക്കിനാണ് എക്സാം വരുന്നത്. അതിൽ ആദ്യത്തെ 12 ക്വസ്റ്റ്യനും MCQ ആണ്. ഓരോ മാർക്കിന്റെ MCQ നമ്മുടെ മറ്റു എക്സാംസിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നോളജ് ഉള്ളവർക്ക് മാത്രമേ അത് കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓരോ ടോപ്പിക്സും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് അവർക്കാണ് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുക. എന്നാലും അത്യാവശ്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ 12 ക്വസ്റ്റ്യനിൽ 10 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അവിടെ ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്? മെയിൻലി ഡിസീസ് കണ്ടീഷൻസ് ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഇതിലുള്ള ഓരോ ടെർമിനോളജീസ് ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് കൂടുതലും സയൻസ് ആൻഡ് സിംറ്റംസും മാനേജ്മെന്റും ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. ഞാൻ അതിന്റെ ഡീറ്റെയിലോട്ട് പോകുന്നില്ല. എന്നാലും എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം
ഡോബുട്ടമിൻ ഇറ്റ്സ് എ മെഡിസിൻ അല്ലെ, ഇറ്റ്സ് എൻ ഇഞ്ചക്ഷൻ ഈസ് ഗിവൺ ഇൻ ഹാർട്ട് ഫെയിലുവർ ബിക്കോസ് ഇറ്റ്. അതിന്റെ ആക്ഷൻ ആണ് അവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഡോബുട്ടമിൻ ഹാർട്ട് ഫെയിലുവർ പേഷ്യൻസ് എന്തിനാണ് കൊടുക്കുന്നത്? അപ്പോ മാനേജ്മെന്റ്, ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് പഠിച്ചവർക്ക് മാത്രമേ അതവിടെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് വൺ, വിച്ച് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ കോസസ് വാട്ടർ ടു ഷിഫ്റ്റ് ഫ്രം സെൽസ് ടു പ്ലാസ്മ? സെല്ലിൽ നിന്നും പ്ലാസ്മയിലോട്ട് ഫ്ലൂയിഡ് ഷിഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വാട്ടർ ഷിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫ്ലൂയിഡ് ഏതാണ്? ഹൈപ്പർടോണിക് ആണോ, ഹൈപ്പോടോണിക് ആണോ, ഐസോടോണിക് ആണോ, ആൽക്കലൈൻ ആണോ? അപ്പൊ എന്താണ് ടോണിസിറ്റി, എന്താണ് ഹൈപ്പോടോണിക്, എന്താണ് ഹൈപ്പർടോണിക്, എന്താണ് ഐസോടോണിക്, അതിൽ നമ്മുടെ ബ്ലഡിൽ ആക്ഷൻ എന്താണ്? ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. സോ ഇതൊക്കെ നമ്മൾ എങ്ങനെ പഠിക്കും? ഇത് നമ്മൾ ക്വസ്റ്റ്യൻ MCQ വെച്ചല്ല നമ്മളിത് പഠിക്കുന്നത്. പകരം ഓരോ ഡിസീസും, ഹാർട്ട് ഫെയിലുവർ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അതിന്റെ മാനേജ്മെന്റ്, ഡ്രഗ്സ് പഠിച്ചിട്ടുണ്ടാവും. ആ ഓരോ ഡ്രഗ്സും എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. കൺട്രാക്ടിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഏത് ഡ്രഗ് കൊടുക്കുന്നു, SVR കൂട്ടാൻ വേണ്ടി, സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടി ഏത് ഡ്രഗ്സ് കൊടുക്കുന്നു, റീനൽ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യാൻ ഏത് ഡ്രഗ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇൻക്രീസിങ് ഔട്ട്പുട്ട്, നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഏത് ഡ്രഗ്സ് കൊടുക്കുന്നു, നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ ഓരോന്നും പഠിച്ചിട്ടുള്ളവർക്ക് ഈ ഒരു ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ പാജറ്റ്സ് ഡിസീസ്, അതും ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസീസാണ്, 5 മാർക്കിൽ ചോദിക്കുന്ന ഒരു ഡിസീസാണ്. പാജറ്റ്സ് ഡിസീസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതുപോലെ ഓരോ കണ്ടീഷൻസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി റീഡ് ചെയ്യാം. അപ്പൊ ഇന്ന ക്വസ്റ്റ്യൻ മാത്രമേ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഓരോ ഡിസീസിന്റെ മീനിങ് എന്താണ്, ഏത് പാർട്ടിനെ നമ്മുടെ ശരീരത്തിൽ അത് എഫക്ട് ചെയ്യുന്നു, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നു, എന്തൊക്കെ മെഡിക്കേഷൻസ് കൊടുക്കുന്നു, എന്തൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസ് വരുന്നു, എങ്ങനെ നമ്മളത് മാനേജ് ചെയ്യുന്നു, ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ MCQs നിങ്ങൾക്ക് കിട്ടും. എന്നാൽ ഇതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്നത്, പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു 12 ക്വസ്റ്റ്യൻസ് MCQs നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിന് അല്ലെങ്കിൽ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിന്റെ മാർക്ക് പെർസെന്റേജ് നിങ്ങൾക്ക് വളരെയധികം കൂട്ടാൻ ഇത് സഹായിക്കും. വളരെ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് 12 മാർക്കും കിട്ടുന്നതാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക, പറ്റുന്നിടത്തോളം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. പറ്റുന്നിടത്തോളം ഈ ഒരു റിവിഷന്റെ സമയത്ത് ഇതുവരെയും പഠിച്ചിട്ടില്ലാത്തവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് essay ക്വസ്റ്റ്യനും ഷോർട്ട് നോട്ട്സുമാണ്. ഇവിടെ 12 ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ അടുത്തുള്ളത് നിങ്ങൾക്ക് 2 essay ക്വസ്റ്റ്യൻസ് ആണ്. 15 മാർക്കാണ്, 10 മാർക്ക് അല്ല, 15 മാർക്കിനാണ് ഓരോ essay. 2 essayയുമായിട്ട് നിങ്ങൾക്ക് 15 മാർക്കിന് 30 മാർക്കാണ്. ഇതിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 20 മാർക്ക് അല്ലെങ്കിൽ 23 മാർക്ക് ഇവിടെ നിങ്ങൾക്ക് കിട്ടണം. 30 മാർക്കിൽ 20 അല്ലെങ്കിൽ 23 മാർക്ക് മിനിമം കിട്ടണം. അതായത് 10 12 മാർക്ക് വീതം ഓരോ എസ്സയ്ക്കും മിനിമം 10 മാർക്ക്, ഇല്ലെങ്കിൽ 12 മാർക്ക് എങ്കിലും കിട്ടത്തക്ക രീതിയിൽ വേണം നിങ്ങൾ ഇത് ആൻസർ ചെയ്യാൻ. ഇതിൽ നിങ്ങൾക്ക് മാക്സിമം 28 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും ഇഫ് യു റൈറ്റ് എസ്സേ വെരി നീറ്റ്ലി. തെറ്റുകളൊന്നും ഇല്ലാതെ കറക്റ്റ് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ 14 മാർക്ക് ഔട്ട് ഓഫ് 15 യു ക്യാൻ സ്കോർ 14 മാർക്സ് ഇൻ ഈച്ച് എസ്സേ. മാക്സിമം നിങ്ങൾക്ക് 28 മാർക്സ് 30യിൽ കിട്ടാം. അതിൽ കൂടുതൽ ഞാൻ അവിടെ പറയുന്നില്ല, കാരണം ആരും തരത്തില്ല, 1 മാർക്കെങ്കിലും നമ്മുടെ എസ്സേക്ക് കുറയ്ക്കും. അപ്പൊ ഈ 14 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ സ്കോർ ചെയ്യാം? ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. എപ്പോഴും നമുക്കിവിടെ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൽ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും തരുന്നത്. ഡയറക്ട്ലി ഫ്രാക്ചർ, അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ ടൈപ്സ്, അതിന്റെ ബോൺ ഹീലിംഗ് പ്രോസസ്സ്, അതിന്റെ മാനേജ്മെന്റ് ചോദിക്കുന്നതിന് പകരം ഒരു സ്റ്റോറി, ചെറിയൊരു സ്റ്റോറി അവിടെ പറയും. മിസസ് സ്റ്റെല്ല 40 years old ലേഡി ഈസ് അഡ്മിറ്റഡ് ഇൻ വിത്ത് ഡയഗ്നോസ് ടു ഹാവ് ഫ്രാക്ചർ ഫീമർ ഫ്രാക്ചറോട്. ഒരു ഫീമർ എന്താണ്? ബോൺ ആണ് അല്ലെ, നമ്മുടെ തൈ ബോൺ ആണ് ഫീമർ എന്ന് പറയുന്നത്. 40 വയസ്സായിട്ടുള്ള സ്റ്റെല്ല എന്നുള്ള ലേഡിക്ക് ഫീമർ ഫ്രാക്ചർ ഉണ്ടായി. അവിടെ സർജറി ചെയ്തു. ഓപ്പൺ റിഡക്ഷൻ, അതായത് അവിടെ സൈറ്റ്, അവിടെ ആ ഒരു ഏരിയ ഓപ്പൺ ചെയ്ത് സർജറിക്കൽ ഇൻസിഷൻ നടത്തി, ബോണുകൾ ഓപ്പൺ റിഡക്ഷൻ നടത്തി, ഇന്റേണൽ ഫിക്സേഷൻ നടത്തി. ഫസ്റ്റ് ഡേ ആണ് ഇന്ന് ആ ലേഡിക്ക്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പാർട്ട്, അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ മനസ്സിലുണ്ട്. പേഷ്യന്റ് ഫ്രാക്ചർ ആയിട്ട് ഹോസ്പിറ്റലിൽ വന്നു, ഉടനെ തന്നെ സർജറിക്ക് എടുത്തു. സർജറിയിൽ എന്ത് സർജറിയാണ് ചെയ്തത്? ഓപ്പൺ റിഡക്ഷനും ഇന്റേണൽ ഫിക്സേഷനുമാണ് നടത്തിയത്. ഇന്ന് സർജറി കഴിഞ്ഞ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫസ്റ്റ് ഡേ ആണ്. അപ്പോ എന്തൊക്കെ നമ്മൾ ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷനെ കുറിച്ച് എഴുതാം. എ പാർട്ട്, ഡിഫൈൻ ഫ്രാക്ചർ. അപ്പൊ നിങ്ങൾ ആദ്യമേ അവിടെ ഫ്രാക്ചറിന്റെ ഡെഫിനിഷൻ അല്ല എഴുതേണ്ടത്. ആദ്യം നമ്മൾ ആ ബോണിനെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, മസ്കുലോസ്കെലറ്റനെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇൻട്രൊഡക്ഷനിൽ
എന്താണ് മസ്കുലോസ്കെൽറ്റൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് മസ്കുലോസ്കെൽറ്റൻ ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ ഫ്രാക്ചർ. ജസ്റ്റ് സിമ്പിൾ മീനിങ് അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും, ജസ്റ്റ് ഒരു 3-4 സെന്റൻസ്. അതിനുശേഷം എ എന്ന് കൊടുത്ത് ഡെഫിനിഷൻ ഓഫ് ഫ്രാക്ചർ ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ ഡെഫിനിഷൻ. ഇപ്പൊ ഫ്രാക്ചർ ചോദിച്ചെങ്കിൽ നാളെ വേറൊരു കണ്ടീഷൻ ചോദിക്കാം. കോമൺലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കണ്ടീഷനാണ് ഫ്രാക്ചർ. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ കുട്ടികൾക്ക് ഓൺലൈൻ കോഴ്സിനുണ്ടായിരുന്ന കുട്ടികൾക്ക് അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് 1 മണിക്കൂറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉള്ള ക്ലാസ് ആണ് ഫ്രാക്ചറിന് കൊടുത്തിട്ടുള്ളത്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്നുള്ളവർക്ക് ഇനിയും നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യുന്നവർക്ക് 100% സിലബസ് ബേസ്ഡ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉള്ള ക്ലാസ്സുകളും അതിന്റെ നോട്ട്സും ഓരോ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും ഷെയർ ചെയ്ത് തരും. എല്ലാവർക്കും കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. പറ്റാത്തവര് ഈ ഒരു ടോപ്പിക്സ് നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അവിടെ നിങ്ങൾ പിക്ചർ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾ ജസ്റ്റ് അതിന്റെ ആ ഒരു ഡെഫിനിഷൻ മാത്രം എഴുതുക. നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ കൊടുത്തു, ഡെഫിനിഷൻ കൊടുത്തു. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഈ ആദ്യത്തെ 2 മാർക്ക് അവിടെ കിട്ടും. ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഡെഫിനിഷൻ എഴുതുമ്പോൾ ഈ 2 മാർക്ക് കൃത്യമായിട്ട് അവിടെ കിട്ടും. ഇനി രണ്ടാമത്തെ ബി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? എൻലിസ്റ്റ് ദ ടൈപ്സ് ഓഫ് ഫ്രാക്ചർ. അപ്പൊ നിങ്ങൾക്ക് ഇതിനിടയിൽ വേണമെങ്കിൽ കോസസ്, ഈ എയുടെ തൊട്ട് താഴെ തന്നെ കോസസ് ഓഫ് ഫ്രാക്ചർ അല്ലെങ്കിൽ ഇറ്റിയോളജി ഓഫ് ഫ്രാക്ചർ, കാരണം ഈ ഒരു പാർട്ടായിട്ടില്ല എന്നാൽ പോലും ടൈപ്സ് ഓഫ് ഫ്രാക്ചറിന്റെ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറ്റിയോളജി ആഡ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽ അവിടെ ബി പാർട്ടിൽ എഴുതാൻ അറിയത്തില്ല എങ്കിൽ നിങ്ങൾക്ക് അഡീഷണലി അത് റിലേറ്റഡ് ആയിട്ടുള്ള ഈ കണ്ടീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇതിൽ ചോദിച്ചിട്ടില്ലാത്ത കണ്ടന്റ് അവിടെ ആഡ് ചെയ്ത് ഈ ബി പാർട്ട് അവിടെ എക്സ്റ്റെൻഡ് ചെയ്യാം, സ്പേസ് കൂട്ടാം. മിനിമം 7 പേജെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, 5 മാർക്കിനാണ് 5 പേജസ് 10 മാർക്കിനും മിനിമം 6-7 പേജ് നിങ്ങൾ 15 മാർക്കിനും എഴുതണം. നെക്സ്റ്റ് അവിടെ ഇറ്റിയോളജി എഴുതി അതിനുശേഷം ടൈപ്സ്, ഓപ്പൺ ഫ്രാക്ചർ, ക്ലോസ്ഡ് ഫ്രാക്ചർ, അതുപോലെ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഫ്രാക്ചർ ഉണ്ട്. ലീനിയർ ഫ്രാക്ചർ ഉണ്ട്, കംപ്രഷൻ ഫ്രാക്ചർ ഉണ്ട്, ഡിപ്രസ്ഡ് ഫ്രാക്ചർ ഉണ്ട്. അങ്ങനെ പല ടൈപ്സ് ഫ്രാക്ചർ ഉണ്ട്. ആ ഫ്രാക്ചറിന്റെ ടൈപ്സുകൾ നിങ്ങൾക്ക് അവിടെ എഴുതാം. ആദ്യം ലിസ്റ്റ് ഡൗൺ ചെയ്യാം, 1, 2, 3 എന്ന് പറഞ്ഞ് ടൈപ്സ് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. അതിനുശേഷം ഓരോ ടൈപ്സും എടുത്തെഴുതി അതിന് ഒരു സെന്റൻസ് എക്സ്പ്ലനേഷൻ കൊടുക്കാം. അത് മൊത്തത്തിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 3 മാർക്ക് കിട്ടും. ഇനി നിങ്ങൾ അവിടെ എഴുതുമ്പോൾ 3 മാർക്കിന്റെ കണ്ടന്റ് ഇല്ലാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അവിടെ ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് ഓഫ് ഫ്രാക്ചർ ഉണ്ടാകുന്നതിന് കാരണം മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്സ്, ഫോൾ ആൻഡ് ഡയറക്റ്റ് ഇഞ്ചുറി എന്തൊക്കെയാണോ, അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ്, പത്തോളജിക്കൽ ഫ്രാക്ചേഴ്സ്, അത് ഓരോ കോസസ് നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്യാം. നെക്സ്റ്റ് 3rd പാർട്ട് സി. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 3 മാർക്ക് അവിടെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അതിലത് കണ്ടന്റ് ഉണ്ടെങ്കിൽ ആ 3 മാർക്ക് അധികം ടീച്ചേഴ്സ് കുറയ്ക്കാറില്ല. ഇല്ലെങ്കിൽ 2.5 മാർക്കെങ്കിലും ഉറപ്പായിട്ട് കിട്ടണം. നെക്സ്റ്റ് റൈറ്റ് എ ഡീറ്റെയിൽഡ് നോട്ട് ഓൺ ബോൺ ഹീലിംഗ് പ്രോസസ്. എങ്ങനെയാണ് ഒരു ബോണ് ഫ്രാക്ചർ ആയാൽ അല്ലെങ്കിൽ ബോൺ ഡിസ്കണ്ടിന്യൂ ചെയ്താൽ അത് തിരിച്ച് ഹീലിംഗ് ആകുന്ന പ്രോസസ്, അതിന്റെ ഫേസസ്, സ്റ്റേജസ്, നമ്മൾ അതിന്റെ സ്റ്റേജസ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ആ സ്റ്റേജസ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് 5 മാർക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സപ്പോസ് നിങ്ങൾക്ക് 5 മാർക്ക് എന്ന് പറഞ്ഞാൽ 2 പേജെങ്കിലും മിനിമം നിങ്ങൾക്ക് അവിടെ കണ്ടന്റ് വേണം. ബോൺ ഹീലിംഗ് പ്രോസസ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആവറേജ് സ്റ്റുഡൻസിന് 2 പേജ് തികച്ച് എഴുതാൻ പറ്റത്തില്ല. മിനിമം 1 പേജ് അല്ലെങ്കിൽ 1.5 പേജ് എഴുതാം. അല്ലെങ്കിൽ ആ 1 പേജോ അല്ലെങ്കിൽ 1.5 പേജോ ആണ് ഉള്ളതെങ്കിൽ ബാക്കി ഹാഫ് പേജിന് നിങ്ങൾക്ക് അവിടെ സൈൻസ് ആൻഡ് സിംറ്റംസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ബോൺ ഫ്രാക്ചർ, റെഡ്നെസ് ഉണ്ടാകും, മാൾ പൊസിഷൻ ഉണ്ടാകും, പെയിൻ ഉണ്ടാകും, സ്വെല്ലിംഗ് ഉണ്ടാകും, മാൾ ഫംഗ്ഷൻ ഉണ്ടാകും, ഡിസബിലിറ്റി ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്യാം. എന്തൊക്കെയാണോ കോമൺ ആയിട്ടുള്ള ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. ഇത്രയും കൂടി ആവുമ്പോൾ 2 പേജ് നിങ്ങളവിടെ കംപ്ലീറ്റ് ചെയ്യും. ആ 5 മാർക്ക് നിങ്ങൾക്ക് 4.5 മാർക്കെങ്കിൽ ചില ടീച്ചേഴ്സ് നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 മാർക്ക് നിങ്ങൾക്ക് തരാം. നെക്സ്റ്റ് പാർട്ട് ഡി പാർട്ട്. അത് ഓരോന്നും ഡി എഴുതണം കേട്ടോ. നിങ്ങൾ ഏത് പാർട്ടാണോ തുടങ്ങാൻ ഇടയ്ക്ക് കണ്ടന്റ് എഴുതുമ്പോൾ അവിടെ ജസ്റ്റ് ആഡ് ചെയ്ത് എഴുതാം. പക്ഷെ നിങ്ങൾക്ക് ഏതാണ് മെയിൻ പോർഷൻസ് നിങ്ങൾ എഴുതുമ്പോൾ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് എഴുതുക. നെക്സ്റ്റ് റൈറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് നഴ്സിംഗ് കെയർ അപ്ലൈയിങ് നഴ്സിംഗ് പ്രോസസ്. ഈസി ആയിട്ട് നമുക്ക് 15 മാർക്ക് നേടാവുന്നതേ ഉള്ളൂ. ഫ്രാക്ചറിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം, അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ അറിയാം, ടൈപ്സ് അറിയാം, ബോൺ ഹീലിംഗ് പ്രോസസ് പഠിച്ചിട്ടുണ്ട്. അതിന്റെ മാനേജ്മെന്റിന് 5 മാർക്കാണ്. നിങ്ങൾക്ക് ഇവിടെ നഴ്സിംഗ് കെയർ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ 5 മാർക്കിൽ നഴ്സിംഗ് കെയർ മാത്രമായിട്ട് അറിയത്തില്ല എങ്കിൽ, അത് എത്തത്തില്ല എങ്കിൽ നിങ്ങൾക്ക് അതിന് മുന്നേ മാനേജ്മെന്റ് മെയിൻ ഹെഡിങ് കൊടുക്കാം. അതിൽ മെഡിക്കൽ മാനേജ്മെന്റ്, പെയിൻ, ഓരോ സിംറ്റംസിനുള്ള മെഡിക്കേഷൻസ് നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്യാം. എന്റെ പർപ്പസ് റീസൺ കൂടി എഴുതാം. അത് കഴിഞ്ഞാൽ മെഡിക്കൽ മാനേജ്മെന്റ് എന്തൊക്കെയാണെന്ന് സപ്പോർട്ടീവ് മാനേജ്മെന്റുകൾ എഴുതാം. അത് കഴിഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, പേഷ്യന്റിന് സർജറി കഴിഞ്ഞ ആദ്യത്തെ ദിവസമാണ്. അവിടെ പെയിൻ ഉണ്ടാകും,
ആക്ടിവിറ്റി ഇൻടോളറൻസ് ഉണ്ടാകും, റിസ്ക് ഫോർ ഇൻഫെക്ഷൻ ഉണ്ടാകും അല്ലെ. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് നഴ്സിംഗ് ഡയഗ്നോസിസ് നിങ്ങളൊരു 4-5 നഴ്സിംഗ് ഡയഗ്നോസിസ് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. ഓരോ നഴ്സിംഗ് ഡയഗ്നോസിസിനുള്ള ഇന്റർവെൻഷൻ നിങ്ങൾ കെയർ പ്ലാൻ കോളം ഒന്നും വരച്ചെഴുതണമെന്നില്ല. ലിസ്റ്റ് ഡൗൺ ചെയ്ത നഴ്സിംഗ് ഡയഗ്നോസിസിന് പ്രയോറിറ്റി അനുസരിച്ച് 5 നഴ്സിംഗ് ഡയഗ്നോസിസ് ലിസ്റ്റ് ഡൗൺ ചെയ്യുന്നു. ഓരോ നഴ്സിംഗ് ഡയഗ്നോസിസിനും ഒരു 3-4 അപ്പോട്ടെ 5 പോയിന്റ് വീതം ഇന്റർവെൻഷൻസ്. പെയിനുള്ള പേഷ്യൻസിന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? പെയിനിന് മെഡിക്കേഷൻസ് കൊടുക്കാം, അനാൽജസിക്സ് മെഡിക്കേഷൻസ്. സർജറി കഴിഞ്ഞ പേഷ്യൻസിന് ഹൈലി സിവിയർ പെയിന് കൊടുക്കുന്ന അനാൽജസിക്സിന് കൊടുക്കാം. മോർഫിൻ, കോഡൈൻ പോലെയുള്ള പേഷ്യൻസ് അനാൽജസിക്സിന് കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ ഇമ്മൊബിലൈസേഷൻ ചെയ്യാം, സ്വെല്ലിംഗ് പ്രിവെന്റ് ചെയ്യാം. അല്ലെങ്കിൽ പേഷ്യന്റിന് എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കാം. സ്വെല്ലിംഗ് കൂടുതലായിട്ടുണ്ടെങ്കിൽ സ്വെല്ലിംഗ് ഡയറോട്ടിക്സ് കൊടുക്കാം. അറിവ് ആവശ്യമായിട്ടില്ലാത്തവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കാം. ഇൻഫെക്ഷൻസ് ചാൻസ് ഉണ്ടെങ്കിൽ സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എല്ലാം എടുക്കാം. വൂണ്ട് ഡ്രസ്സിംഗ് കറക്റ്റ് ആയിട്ട് ചെയ്യാം. ഊസിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും ഊസിങ്ങോ അബ്നോർമാലിറ്റീസ് കാണുന്നെങ്കിൽ ഫിസിഷ്യനെ ഇൻഫോം ചെയ്യാം. ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ നഴ്സിംഗ് ഡയഗ്നോസിസും ഇന്റർവെൻഷനായിട്ട് മെയിൻ ആയിട്ട് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. അത് ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ. ഏതൊരു കണ്ടീഷൻ ആണെങ്കിലും അവിടെ റിസ്ക് ഫോർ ഇൻഫെക്ഷൻ, ഒരുവിധം കണ്ടീഷനിൽ അവിടെ പെയിൻ ഉണ്ടാകും, ആക്ടിവിറ്റി ഇൻടോളറൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ റിസ്ക് ഫോർ ഇൻഫെക്ഷൻ ഉണ്ടാകും, അവിടെ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ലാക്ക് ഓഫ് നോളജ് ഉണ്ടാകും. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ കണ്ടീഷൻസിലും എഴുതാൻ പറ്റുന്നതാണ്. കോമൺ ആയിട്ടുള്ളതെല്ലാം എഴുതുക, അതിനുള്ള ഇന്റർവെൻഷൻ എഴുതുക, ലാസ്റ്റ് ഒരു ചെറിയൊരു കൺക്ലൂഷനും കൂടെ എഴുതുക. ദാറ്റ് ഈസ് ഇനഫ്. ആക്ച്വലി അവിടെ മോർ ദാൻ ഇനഫ് ആണ്. 5 മാർക്ക് കിട്ടാനുള്ള കണ്ടന്റ് ഉണ്ട്. എന്നാലും ചില ടീച്ചേഴ്സ് അവിടെ 1 മാർക്ക് കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. 14 മാർക്ക്, 15 മാർക്കില്ല 14 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇതിപ്പോ ഞാനിവിടെ ഫ്രാക്ചറിനെ കുറിച്ച് പറഞ്ഞു. ഇതുപോലെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് 15 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരും. അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. സെക്കൻഡ് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഡയബറ്റീസ് മെൽറ്റസ് ആണ്. എൻഡോക്രൈൻ സിസ്റ്റം ഡിസോർഡേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും റിപ്പീറ്റഡ് ആയിട്ട് 15 മാർക്കിന് ചോദിക്കുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡയബറ്റീസ് മെൽറ്റസ്. ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെയും എ പാർട്ട് എഴുതുന്നതിന് മുന്നേ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു, എ പാർട്ട് ഡെഫിനിഷൻ എഴുതുന്നു, ബി പാർട്ട് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസും ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് ഡയബറ്റീസ് മെൽറ്റസിന് 1 മാർക്കായിരുന്നു. അടുത്ത ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഇൻവെസ്റ്റിഗേഷൻസ് നിങ്ങൾക്ക് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ തന്നെ 4 മാർക്കിന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡയബറ്റീസ് മെൽറ്റസിന് ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇൻവെസ്റ്റിഗേഷൻസും അതുപോലെ ലിസ്റ്റ് ഡൗൺ ചെയ്ത് ഓരോന്നിന്റെയും യൂസസ് എന്താണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കുന്നത് 2 മാർക്കിന് ചെയ്യുക. GTT പ്രധാനമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ മാനേജ്മെന്റ്, മെഡിക്കൽ മാനേജ്മെന്റ്, ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ്, ഡയറ്ററി മാനേജ്മെന്റ്, ന്യൂട്രീഷണൽ മാനേജ്മെന്റ്, എക്സസൈസ്, അതുപോലെ നഴ്സിംഗ് മാനേജ്മെന്റ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 5 മാർക്ക്. അതുപോലെ എന്തൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ ഡയബറ്റീസ് മെൽറ്റസിൽ ഹോസ്പിറ്റലിൽ നമുക്ക് കംപ്ലീറ്റ്ലി മാനേജ് ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. വീട്ടിൽ പോയിട്ടും അവർ ഡയറ്റ് കൺട്രോൾ ചെയ്യണം, എക്സസൈസ് ചെയ്യണം, അതുപോലെ ന്യൂട്രീഷൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം, അതുപോലെ മെഡിസിൻസ് കറക്റ്റായിട്ട് എടുക്കണം. ഇതെല്ലാം നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം. എന്തൊക്കെ പോയിന്റ്സ് അവിടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാനുണ്ട്? ഒരു 10 പോയിന്റ് അവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്യുക. ഇതിലൂടെ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. പിന്നെ ഒരു ചെറിയ കൺക്ലൂഷൻ കൂടെ. ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾ ഓരോ കണ്ടീഷൻസ് എന്തെങ്കിലും എങ്ങനെയെങ്കിലും എഴുതുന്നതിന് പകരം കറക്റ്റായിട്ട് അവിടെ ചോദിച്ചതും പിന്നെ ആ ഒരു മാർക്കിനനുസരിച്ചുള്ള കണ്ടന്റ് അവിടെ എത്തിയില്ല എങ്കിൽ അഡീഷണലി നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തൊക്കെ അറിയാമോ അതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ആ പേജ് തികയ്ക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഈ 15 മാർക്കിന്റെ 7 പേജ് എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമയം ഒരുപാട് എടുക്കരുത്. സ്പീഡായിട്ട് നന്നായിട്ട് പ്രസന്റ് ചെയ്യണം. മെയിൻ ഹെഡിങ്സ്, സബ് ഹെഡിങ്സ് വെറുതെ പാരഗ്രാഫ് വൈസ് വെറുതെ എഴുതി പോവുകയല്ല. ഓരോ സബ് ഹെഡിങ്സും എഴുതുന്നു, അതിലുള്ള ചെറിയ ചെറിയ കണ്ടന്റ്സ് അവിടെ എഴുതി പോകുന്നു. അങ്ങനെ നിങ്ങൾക്ക് കണ്ടന്റ് നൈസ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അവിടെ വാങ്ങാൻ പറ്റും. MCQല് 10 മാർക്കും അടുത്ത എസ്സേയില് 28 മാർക്ക് പോട്ടെ 25 മാർക്ക് നിങ്ങൾ വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാകേണ്ട മാർക്കിനോട് അടുപ്പിച്ചായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ബാക്കി മാർക്കുകൾ, ബാക്കി ക്വസ്റ്റ്യൻസ് ഇനി വരുന്നുണ്ട്, അതെല്ലാം നമുക്ക് ഒരു പെർസെന്റേജ് കൂട്ടാനുള്ളതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തിനിയുള്ളത് എക്സാമിന്റെ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത്, അടുത്ത പാർട്ട് എന്ന് പറയുന്നത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 15 മാർക്കിന്റെ എസ്സേ കഴിഞ്ഞാൽ അടുത്തുള്ളത് 5 മാർക്കിന്റെ എസ്സേ, ഷോർട്ട് നോട്ട്സ്. 5 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അല്ലെങ്കിൽ അതിൽ ചോദിക്കാത്തതുമായിട്ടുള്ള ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു തരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു 5 മാർക്കിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അടുത്ത് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 5 മാർക്കും നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ചെറിയ ഡെഫിനിഷനും ഇൻട്രൊഡക്ഷനും കൊടുക്കുക. അതിനുശേഷം അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ കോസസ്,
അതിന്റെ അതേ ഓർഡറിൽ തന്നെ എഴുതുക. ഇപ്പൊ ജസ്റ്റ് കണ്ടീഷൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടാവത്തുള്ളൂ, എന്താണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാകത്തില്ല. പക്ഷെ ഏതൊരു ഡിസീസിനും നിങ്ങൾ എഴുതേണ്ട ഓർഡർ ഇതാണ്. ഇൻട്രൊഡക്ഷൻ എസ്സേ കാണും കുറച്ചുകൂടെ ഷോർട്ട് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഷോർട്ട് നോട്ടിൽ എഴുതാം കേട്ടോ. ഡെഫിനിഷൻ ആൻഡ് ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അതിന്റെ പാത്തോഫിസിയോളജി അറിയാമെങ്കിൽ പാത്തോഫിസിയോളജി എഴുതുക. അറിയത്തില്ല എങ്കിൽ വെറുതെ എഴുതി തെറ്റിക്കാൻ പോകരുത്. അറിയാമെങ്കിൽ എഴുതുക. അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയില്ലെങ്കിൽ ഫ്ലോ ചാർട്ട് പോലെ ഒരു സെന്റൻസ് ഡ്യൂ ടു ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് നെക്സ്റ്റ് ദിസ് ഹാപ്പൻ അങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ എഴുതി വേണമെങ്കിലും പാത്തോഫിസിയോളജി എഴുതാം 5 മാർക്കിന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാത്തോഫിസിയോളജി കഴിഞ്ഞാൽ അതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ്. ആ ഒരു ഡിസീസ് പ്രോസസ് കാരണം എന്തൊക്കെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടായി അത് ലിസ്റ്റ് ഡൗൺ ചെയ്തു. അടുത്ത ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസ് എന്തൊക്കെ, ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ, എക്സ്റേ, MRI, CT സ്കാൻ, എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ആ ഒരു ഡിസീസിന് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്യുക. ലിസ്റ്റ് ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു സെന്റൻസ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയാൽ കൊടുക്കുക, നല്ലതാണ്. ഇല്ല എങ്കിൽ വേണ്ട. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ കഴിഞ്ഞാൽ അടുത്ത മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിൽ മെഡിക്കൽ മാനേജ്മെന്റ് എഴുതാം, ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് എഴുതാം, ന്യൂട്രീഷണൽ മാനേജ്മെന്റ് എഴുതാം, അതുപോലെ നഴ്സിംഗ് മാനേജ്മെന്റ് എഴുതാം. എല്ലാം മെഡിക്കൽ മാനേജ്മെന്റ് എന്തെങ്കിലും സപ്പോർട്ടീവ് മെഷേഴ്സ് ചെയ്യാനുണ്ടെങ്കിൽ അത് അവിടെ എഴുതുക. മെഡിസിൻസ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് സെപ്പറേറ്റ് ഹെഡിങ് കൊടുക്കുക. ഡയറ്റ് ശ്രദ്ധിക്കേണ്ട ഡിസീസ് ആണെങ്കിൽ ന്യൂട്രീഷണൽ മാനേജ്മെന്റ് കൊടുക്കുക. നഴ്സിംഗ് മാനേജ്മെന്റ് നഴ്സിംഗ് ഡയഗ്നോസിസ് എഴുതുക. ഓരോ നഴ്സിംഗ് ഡയഗ്നോസിസിനും ഓരോ 3-4 ഇന്റർവെൻഷൻസും എഴുതുക. ഇതാണ് ഷോർട്ട് നോട്ടിൽ ഓരോ ഡിസീസ് കണ്ടീഷൻസ് ചോദിച്ചാൽ എഴുതേണ്ടത്. ലാസ്റ്റ് ഒരു ചെറിയൊരു സെന്റൻസ് എഴുതി കൺക്ലൂഷൻ എഴുതാം. ദിസ് ഈസ് മോർ ദാൻ ഇനഫ്. 5 മാർക്കിന് 4-4.5 മാർക്കിന് ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ ഓരോ കണ്ടീഷൻസ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. ജസ്റ്റ് കണ്ടീഷൻ എന്താണ് അവിടെ നടക്കുന്നത്, എന്തൊക്കെ സിംറ്റംസ് അവിടെ ഉണ്ടാകുന്നു, എങ്ങനെ നമുക്കത് ഡയഗ്നോസ് ചെയ്യാം, എന്ത് ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാം, എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാം, ഇത്രയും ഷോർട്ട് ആയിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്ക് നൈസ്ലി അത് പ്രസന്റ് ചെയ്യാൻ പറ്റും. 4 മാർക്ക് ഈസി ആയിട്ട് നേടാൻ നിങ്ങൾക്ക്. ഈ 5 ക്വസ്റ്റ്യനിൽ നിങ്ങൾ 4 മാർക്ക് കിട്ടിയാൽ 20 മാർക്കാണ് കിട്ടേണ്ടത്. 4 മാർക്ക് വേണ്ട, 3 മാർക്ക് കിട്ടിയാലും മതി. 15 മാർക്ക്. 5 3 15 കിട്ടി. അപ്പൊ നമ്മുടെ 10 മാർക്ക് ഒൺവേർഡ് ക്വസ്റ്റ്യൻ, നമ്മുടെ എസ്സേക്ക് 10 മാർക്ക് കിട്ടിയാലും 20 മാർക്ക്, ഇവിടെ 15 മാർക്ക്. അപ്പൊ തന്നെ എത്രയായി? 30 45 മാർക്കായി. നിങ്ങൾക്ക് ജയിക്കാൻ 38 മാർക്ക് മതി. അപ്പൊ ഇവിടെ തന്നെ 45 മാർക്കായി. ഇനി അടുത്ത് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 പാർട്ടാണ് വരുന്നത്. ഗീവ് റീസൺസ് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടോ ലിസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടോ ആയിരിക്കും. അപ്പൊ ഗീവ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീവ് റീസൺസ് ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യം. ഇവിടെ നോക്കൂ, ഓസ്കൾട്ടേഷൻ ഈസ് ദ സെക്കൻഡ് മെത്തേഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ ഗാസ്ട്രോഇന്റെസ്റ്റൈനൽ അസസ്മെന്റ്. നമ്മള് ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, ഓസ്കൾട്ടേഷൻ, പെർക്കഷൻ ഇങ്ങനെ 4 മെത്തേഡുകൾ ഫിസിക്കൽ എക്സാമിനേഷൻ പഠിക്കുന്നുണ്ട്. എന്നാൽ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അസസ്മെന്റ് ചെയ്യുമ്പോൾ മാത്രം ഇതിൽ നമ്മൾ ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ നോക്കി കാണുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ആദ്യം പെർക്കഷനും പാൽപേഷനും ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഓസ്കൾട്ടേഷൻ ചെയ്യും. എന്തുകൊണ്ട്? കാരണം നമ്മൾ അബ്ഡോമിനല് പെർക്കഷനും പാൽപേഷനും ചെയ്തതിന് ശേഷം ഓസ്കൾട്ടേറ്റ് ചെയ്താൽ നമുക്കവിടെ റോങ് റിസൾട്ട്, അതിന്റെ സൗണ്ടുകളിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ കറക്റ്റ് ആയിട്ട് അവിടെ നോർമൽ സൗണ്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പെർക്കസ് ചെയ്യുന്നതിനും പാൽപേറ്റ് ചെയ്ത് അമർത്തി നോക്കുന്നതിനും മുന്നേ ഓസ്കൾട്ടേറ്റ് സ്റ്റെതസ്കോപ്പ് വെച്ച് ഓസ്കൾട്ടേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് കറക്റ്റ് സൗണ്ട് അവിടെ അറിയാൻ പറ്റും. ഇല്ല എങ്കിൽ തെറ്റായിട്ടുള്ള അനാലിസിസ് അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ഇതൊക്കെ നമ്മളെ കോമൺ സെൻസിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ്. ഓരോ ഡിസീസസിൽ അപ്പൻഡിസൈറ്റിസ് ഹോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാറില്ല. പെയിൻ ഉള്ളവർക്ക് ഹോട്ട് ആപ്ലിക്കേഷൻ ഒരു മാനേജ്മെന്റ് ആണ്, കോൾഡ് ആപ്ലിക്കേഷൻ ഒരു മാനേജ്മെന്റ് ആണ്. എന്നാൽ അപ്പൻഡിസൈറ്റിസ് ഉള്ള പേഷ്യൻസ് ഹോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കത്തില്ല. കാരണം അവിടെ ഈ ഹോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവിടുത്തെ വെയിനുകൾ ഡയലേറ്റ് ചെയ്യാനും ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യാനും അവിടെ ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കുന്ന അപ്പൻഡിക്സ് ബേസ്റ്റ് ആകാനും പൊട്ടാനുമുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഹോട്ട് ആപ്ലിക്കേഷൻ അവിടെ പെയിൻ മാനേജ്മെന്റ് ആയിട്ട് കൊടുക്കാൻ ചാൻസ്. അപ്പൊ അവിടെ പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ കോസ് പെരിട്ടണൈറ്റിസ്, ദാറ്റ് ഈസ് ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് പെരിട്ടോണിയൽ ക്യാവിറ്റി. അപ്പൊ ആ ഒരു ബേസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ, പൊട്ടാതിരിക്കാൻ, അപ്പൻഡിക്സ് ബേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഹോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കത്തില്ല. ദിസ് ഈസ് ഓൾസോ നമുക്ക് അവിടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതല്ല. ഇറ്റ്സ് എ കോമൺ സെൻസ്. അപ്പൻഡിസൈറ്റിസ് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ ചില കാരണങ്ങൾ പറയും എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയായിരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഹോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കത്തില്ല എന്നെങ്കിലും അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത് ഇന്നതാണ്, ഇന്ന ഭാഗത്തുണ്ടാകുന്നതാണ്, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. അവിടെ നമ്മൾ യൂഷ്വലി ഹോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാറില്ല. ഇറ്റ് ഈസ് കോൺട്രാക്ട്. നിങ്ങൾക്ക് അതിന്റെ എക്സാക്ട് കോസ് അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾ അതെന്തെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ എഴുതണം. 2 മാർക്കിൽ
നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവിടെ എഴുതി കഴിഞ്ഞാൽ ഒരു ഹാഫ് പേജ്, ഒരു ഫുൾ പേജിന്റെ ഹാഫ് പേജ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആൻസർ ആണെങ്കിൽ 2 മാർക്കും കിട്ടും. ഇനി ഇതെല്ലാം നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് എഴുതി പിടിപ്പിച്ചതാണെങ്കിൽ പോലും 1 മാർക്ക് നിങ്ങൾക്ക് അവിടെ ഉറപ്പായിട്ടും ടീച്ചർ തരും അവിടെ അറ്റംപ്റ്റ് ചെയ്തതിന്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ലക്ഷ്യം ഈ 4 ക്വസ്റ്റ്യനും 8 മാർക്ക് നേടുക എന്നുള്ളതാണ്. പോട്ടെ, നിങ്ങൾ 6 മാർക്ക് വാങ്ങിയാലും 45 മിനിമൽ മാർക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത്യാവശ്യം ആവറേജ് സ്റ്റുഡന്റിന് കിട്ടുന്നതാണ്. ഒരു 51 മുതൽ 55 മാർക്ക് വരെ നിങ്ങൾക്ക് 75 മാർക്സിൽ കിട്ടും ഈ രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്താൽ. നെക്സ്റ്റ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീനിൽ എപ്പോഴും ചോദിക്കുന്നത് സിമിലാരിറ്റി തോന്നുന്ന വേർഡ്സുകളാണ്. ഓസ്റ്റിയോ മലേഷ്യ ആൻഡ് ഓസ്റ്റിയോപോറോസിസ്. സിമിലാരിറ്റി തോന്നുന്നില്ലേ വേർഡ്സ്? ഓസ്റ്റിയോ ഇറ്റ്സ് റിലേറ്റഡ് ടു ബോൺ. ഓസ്റ്റിയോമൈലൈറ്റിസ്, റുമാറ്റിക് ഫീവറും റുമാറ്റിക് ഹാർട്ട് ഡിസീസും രണ്ട് താരതമ്യമുള്ള സിമിലാരിറ്റി തോന്നുന്ന വേർഡ്സുകളാണ്. ആനൽ ഫിഷർ ആൻഡ് ഏനൽ ഫിസ്റ്റുല സിമിലാരിറ്റി തോന്നുന്ന വേർഡ്സ് ആണ്. അവ രണ്ടും എന്താണ് എന്നുള്ള ജസ്റ്റ് മീനിങ്ങും അതിന്റെ കോസസും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ജസ്റ്റ് ഒരു സെന്റൻസ് മാത്രം എഴുതി വെച്ചിട്ട് പോകരുത്, 2 മാർക്ക് കിട്ടത്തില്ല. നിങ്ങൾ അതിനെ 2-3 സെന്റൻസ്, ഓസ്റ്റിയോ മലേഷ്യയെ കുറിച്ച് 2-3 സെന്റൻസ്, ഓസ്റ്റിയോപോറോസിസിനെ കുറിച്ച് 2-3 സെന്റൻസ് എഴുതിയാൽ 2 മാർക്ക് കൃത്യം പറ്റും. കാരണം ഇത് 1 മാർക്ക്, ഇത് 1 മാർക്ക്, 2 മാർക്ക്. അതിന് 1 മാർക്കിനെന്ന് പറയുമ്പോൾ ഒരു സെന്റൻസ് അല്ല, ഒരു 3 സെന്റൻസ് വീതമെങ്കിലും മിനിമം നിങ്ങൾ എഴുതണം. ഹാഫ് പേജ് എന്തായാലും തികച്ചെഴുതണം. അടുത്ത ഏനൽ ഫിഷർ, നിങ്ങൾ കോളം വരച്ചൊന്നും എഴുതണമെന്നില്ല. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ജസ്റ്റ് ഏനൽ ഫിഷർ എന്ന് എഴുതുക, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് എഴുതുക. അടുത്ത ഏനൽ ഫിസ്റ്റുല എഴുതുക, അതിനെക്കുറിച്ച് അറിയാവുന്ന പോയിന്റ്സ് അവിടെ എഴുതുക. ഒരു 3 സെന്റൻസ് വീതം ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ 2 മാർക്ക് കിട്ടും. ഈ 8 മാർക്കും കൂടെ നിങ്ങൾക്ക് അവിടെ കിട്ടിയാൽ നിങ്ങൾക്കൊരു 50 to 55 മാർക്സ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. മനസ്സിലാകുന്നുണ്ടോ? ഔട്ട് ഓഫ് 75 55 നമുക്ക് പാസ്സാകാൻ 38 മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സായിക്കൂടെ ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ? ഇനി നിങ്ങൾക്ക് ഫൈനൽ റിവിഷന്റെ ടൈമാണ്, തീരെ പഠിക്കാൻ സമയമില്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ്, ഇനി ഞാൻ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പറയാൻ പോകും. ക്വസ്റ്റ്യൻസ് മാത്രമേ പറയത്തുള്ളൂ. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അത്രയും നോട്ട് ചെയ്യുക, പഠിക്കുക. ഡെഫിനറ്റ്ലി ഐ എം പ്രോമിസിങ് യു, ഇഫ് യു സ്റ്റഡി ദീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് യു റൈറ്റ് നൈസ്ലി ഫോർ യുവർ എക്സാം, ഡെഫിനറ്റ്ലി യു വിൽ പാസ് ആൻഡ് യു വിൽ ഗെറ്റ് നൈസ് മാർക്ക്. നല്ല പെർസെന്റേജോടെ കൂടെ മാർക്കോട് കൂടി നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. ഈ ചാപ്റ്ററുകളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകളെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാം. ഇനിയും നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ 8892792927 ഒന്നുകൂടി ഈ നമ്പർ നോട്ട് ചെയ്ത് കൊള്ളുക. ഈ സെമ്മിലോ അടുത്ത സെമ്മിലോ നിങ്ങളുടെ നഴ്സിംഗിന്റെ ഏത് സെമ്മിലാണെങ്കിലും നിങ്ങൾക്ക് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും, ഷോർട്ട് ക്ലാസ്സുകളല്ല, പറ്റിപ്പ് ക്ലാസ്സുകളില്ല. കാരണം എനിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ അറിയത്തുള്ളൂ, അല്ലാതെ ജസ്റ്റ് ലഡുവായിട്ട് ഉരുട്ടാനൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ ധൈര്യമായിട്ട് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കുക. വളരെ ചെറിയ ഫീസിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും ഷോർട്ട് നോട്ട്സിന്റെ വീഡിയോസും ഓരോ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും MCQസും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾക്ക് സമയമെടുത്ത് പഠിക്കാം. ആ താല്പര്യമുള്ളവർ കോഴ്സിന് ജോയിൻ ചെയ്യാം. നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാർക്കോ വേണമെങ്കിൽ ഈ നമ്പർ ഷെയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആണ് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയിൽ എഴുതണം. ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണ്. ഇതാണ് നിങ്ങളുടെ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിന്റെ സിലബസ്. ടോട്ടലി നിങ്ങൾക്ക് 11 യൂണിറ്റുകളാണ് ഇവിടെ ഉള്ളത്. 11 യൂണിറ്റ്. ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് വളരെ റെയർ ആയിട്ട് മാത്രം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന, എന്നാൽ ചോദിച്ചാൽ 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ പറയുക. ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ സർജിക്കൽ യൂണിറ്റ്, അതായത് ഇൻട്രാ ഓപ്പറേറ്റീവ്, പെരി ഓപ്പറേറ്റീവ് നഴ്സിംഗ്, പ്രീ ഓപ്പറേറ്റീവ് നഴ്സിംഗ്, ഇൻട്രാ ഓപ്പറേറ്റീവ് നഴ്സിംഗ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് നഴ്സിംഗ്, സർജറിക്ക് മുന്നേയുള്ള കാര്യങ്ങൾ, ഡ്യൂറിങ് സർജറി, ആഫ്റ്റർ സർജറി, ഇതെല്ലാം ഫസ്റ്റും സെക്കൻഡ് യൂണിറ്റും കൂടെ കമ്പൈൻ ചെയ്താണ് വരുന്നത്. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് അനസ്തീഷ്യ, ടൈപ്സ് ഓഫ് അനസ്തീഷ്യ. അനസ്തീഷ്യ എന്താണ്? പലതരത്തിലുള്ള അനസ്തീഷ്യ ഉണ്ട്. അതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ 5 മാർക്കിന്, 10 മാർക്കില്ല, 5 മാർക്കിന് മാത്രം. ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ, OTയില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഏസെപ്സിസ് അല്ലെങ്കിൽ സർജിക്കൽ ഏസെപ്സിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അവിടുത്തെ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണ്? ജനറൽ അനസ്തീഷ്യ പഠിക്കുമ്പോൾ എന്താണ് അനസ്തീഷ്യ, അതിന്റെ ടൈപ്സ് ഓഫ് അനസ്തീഷ്യ, ഓരോന്നിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ്, കോംപ്ലിക്കേഷൻസ്, അതിന്റെ മാനേജ്മെന്റ്, ഇതെല്ലാം നിങ്ങൾ ഇവിടെ പഠിക്കണം. ഇതിൽ ഏത് പാർട്ട് വേണമെങ്കിലും 5 മാർക്കിന് ചോദിക്കാം. അതുപോലെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്, നമുക്കറിയാം PPE,
നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എല്ലാം അത് യൂഷ്വൽ ആയിട്ട് നമ്മുടെ OT-യിൽ പ്രധാനമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അനസ്തീഷ്യയിൽ തന്നെ സ്റ്റേജസ് ഓഫ് അനസ്തീഷ്യ, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് വൂണ്ട് ഹീലിംഗ്, ഇൻഫ്ലമേഷൻ, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വൂണ്ട് കെയർ ഡ്രസ്സിംഗ് ഒന്നും ചോദിക്കാറില്ല. പകരം ഇൻഫ്ലമേഷനും വൂണ്ട് ഹീലിംഗ് പ്രോസസ്സും അതിന്റെ സ്റ്റേജസും, എങ്ങനെയാണ് പ്രീ ഓപ്പറേറ്റീവ് പേഷ്യന്റ് കെയർ ചെയ്യുന്നത്, പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യന്റ് കെയർ ചെയ്യുന്നത്, കോമൺ പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫ്യൂച്ചർ മെറ്റീരിയൽ 1-2 തവണ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ അങ്ങനെ അധികം ചോദിച്ചു വരുന്നില്ല. പറ്റിയാൽ പഠിക്കാം, ഇല്ല എങ്കിൽ വേണ്ട. പ്രീ ഓപ്പറേറ്റീവ് കെയർ എന്താണ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്താണ്, ഓക്കെ, പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നഴ്സ് ഇൻ നഴ്സിംഗ് തിയേറ്റർ, അപ്പൊ ഇതൊക്കെ കോമൺ ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതുപോലെ നമ്മുടെ റീസെന്റ് ആയിട്ട് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ദാറ്റ് ഇസ് പ്രിവെൻഷൻ ഓഫ് ആക്സിഡന്റ്സ് ആൻഡ് ഹസാർഡ്സ് ഇൻ OT-യിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ എങ്ങനെയൊക്കെ നമുക്ക് ഇതിന്റെ അപകടങ്ങൾ, പ്രിവെൻഷൻ ഓഫ് ആക്സിഡന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇത് രണ്ടും ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്, ഇത്രയും പോയിന്റ്സ് ആണ് പ്രധാനമായിട്ട്. നിങ്ങളല്ലാതെ OT ഡിസൈൻ, സ്റ്റാഫിംഗ് OT, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നഴ്സ് ഇൻ OT ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലാതെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഡിസ്ക്രൈബ് ചെയ്യാനോ ഒന്നും ചോദിക്കത്തില്ല. സാധാരണ ഈ ഒരു നഴ്സിംഗ് കെയർ വരുന്ന ഏരിയ മാത്രമാണ് കൂടുതലായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പ്രിവെൻഷൻ ആൻഡ് ആക്സിഡന്റ്സ് ഓഫ് OT ചോദിച്ചിട്ടുണ്ട്, അത് പഠിക്കുക. അല്ലാതെ OT-യിൽ ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് പോകണ്ട. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട. അനസ്തീഷ്യ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇനി 3ാമത്തെ ചാപ്റ്റർ വളരെ ചെറിയൊരു യൂണിറ്റ് ആണ്, എന്നാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയുമാണ്. അതിൽ 3 ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഹൈപ്പർവോളീമിയ, ഹൈപ്പോവോളീമിയ, പിന്നെ ഹൈപ്പോനെട്രീമിയ, ഹൈപ്പർനെട്രീമിയ, ഹൈപ്പർകലീമിയ, ഹൈപ്പോകലീമിയ, ഹൈപ്പർകാൽസീമിയ, ഹൈപ്പോകാൽസീമിയ. ഇത്രയും പാർട്ട് പ്രധാനമായിട്ട് നിങ്ങൾ അതിന്റെ എന്താണത്, എങ്ങനെ സംഭവിക്കുന്നു, എന്തൊക്കെ കാരണങ്ങൾ, എന്തൊക്കെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, എങ്ങനെ ട്രീറ്റ് ചെയ്യാം. അതുപോലെ അസിഡോസിസ് ആൻഡ് ആൽക്കലോസിസ്, അസിഡോസിസ്, മെറ്റബോളിക് അസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ്, റെസ്പിറേറ്ററി അസിഡോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ്, ABG അനാലിസിസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസിന് വേണമെങ്കിൽ ഒരു പേഷ്യന്റ് ABG വാല്യൂസ് തന്നിട്ട് ഇത് ഏതാണ്, അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ, അത് പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണോ, കംപ്ലീറ്റ്ലി കോമ്പൻസേറ്റഡ് ആണോ, അതോ നോൺ കോമ്പൻസേറ്റഡ് ആണ്, അത് കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തതാണോ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വരാം 1 മാർക്കിനും. അതായത് ഹൈപ്പോകാൽസിമിയയുടെ, ഹൈപ്പർ കാൽസിമിയയുടെ സിംറ്റംസ്, അത് വെച്ചിട്ട് തന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഹൈപ്പോകലീമിയ, ഹൈപ്പർ കലീമിയ സിംറ്റംസ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈപ്പർ കലീമിയ, ഹൈപ്പോകലീമിയ, ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈപ്പോനെട്രീമിയ, ഹൈപ്പർനെട്രീമിയ, ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈപ്പോകാൽസിമിയ, ഹൈപ്പർകാൽസീമിയ, ECG വേരിയേഷൻസ് ഇൻ ഹൈപ്പർകലീമിയ, ECG വേരിയേഷൻസ് ഇൻ ഹൈപ്പോകലീമിയ. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ് ഏരിയ. 5 മാർക്കിന് 2 മാർക്ക്, 1 മാർക്ക്, 10 മാർക്കില്ല. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ, ദാറ്റ് ഈസ് ഷോക്ക്. ഷോക്ക് എന്താണ്, ടൈപ്സ് ഓഫ് ഷോക്ക് എന്താണ്, ഓരോ ടൈപ്സ് ഷോക്കും 5 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഹൈപ്പോവോളീമിക് ഷോക്ക്, ന്യൂറോജനിക് ഷോക്ക്, ഹൈപ്പോവോളീമിക് അനഫിലാക്റ്റിക് ഷോക്ക്, അല്ലെ, അല്ലെങ്കിൽ എന്താ കാർഡിയോജനിക് ഷോക്ക്. 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോട്ട് ചെയ്ത് പഠിക്കുക. ടൈപ്സ് ഓഫ് ഷോക്ക്, ഷോക്ക് എന്താണ്, ടൈപ്സ് ഓഫ് ഷോക്ക് എന്താണ്, ഓരോ ടൈപ്സ് ഓഫ് ഷോക്കും അതിന്റെ മാനേജ്മെന്റും ഇൻക്ലൂഡ് മാനേജ്മെന്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. 5 മാർക്കിന് ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പെയിൻ മാനേജ്മെന്റ്. പെയിൻ എന്താണ്, അതിന്റെ കാരണം എന്താണ്, അതിന്റെ പാത്വേ എന്താണ്, അതിന്റെ മാനേജ്മെന്റ് എന്താണ്. 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 3 ക്വസ്റ്റ്യനും ഈ ഒരു 3rd ചാപ്റ്ററിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി പഠിക്കണം. നെക്സ്റ്റ് 4th ചാപ്റ്റർ, ദാറ്റ് ഈസ് 4th യൂണിറ്റ്, റെസ്പിറേറ്ററി സിസ്റ്റം ഡിസോർഡേഴ്സ്. ഇതിൽ നിങ്ങൾ അനാട്ടമിയും ഫിസിയോളജിയും ഒന്നും നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പോകണ്ട. പകരം ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് അത്രയുമെങ്കിലും നിങ്ങൾ പഠിക്കുക. പറ്റിയാൽ നിങ്ങൾക്ക് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കാം. 5 മാർക്കിന് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും വരാവുന്നതാണ്. എന്നാലും ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കുക. ടോൺസിലൈറ്റിസ്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനിലെ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് 5 മാർക്ക് ചോദിച്ചിട്ടുള്ളതാണ് ടോൺസിലൈറ്റിസ്. അതുപോലെ പെരിടോൺസിലർ അബ്സിസ്, പെരിടോൺസിലർ അബ്സിസ് അല്ലെങ്കിൽ ട്വിൻസി എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ലങ്സിൽ ആസ്മ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. COPD, ആസ്മ,
10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ന്യൂമോണിയ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇവിടെ ഈ ന്യൂമോണിയയും ആസ്മയും ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻ കണ്ടുമ്പോൾ മനസ്സിലായി കാണും. ഡെഫിനിഷൻ എഴുതി ചോദിക്കും, ചിലപ്പോൾ അതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് പറയും, പിന്നെ അല്ലെങ്കിൽ അതിന്റെ മെഡിക്കൽ മാനേജ്മെന്റ് ചോദിക്കും. മെഡിക്കൽ മാനേജ്മെന്റ് സ്പെസിഫിക്കലി ചോദിക്കാറില്ല. അല്ലെങ്കിൽ അതിന്റെ പെത്തോഫിസിയോളജി, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, പിന്നെ നഴ്സിംഗ് മാനേജ്മെന്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നഴ്സിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ റെസ്പിറേറ്ററി ഡിസോർഡർ, ഓരോ റെസ്പിറേറ്ററി ഡിസോർഡറും നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കണ്ട. റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിൽ എല്ലാ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകൾ ബ്രോങ്കോ ഡയലേറ്റേഴ്സ്, ആന്റി ടസീവ്സ്, എക്സ്പെക്ടറൻസ്, അല്ലെ, ഇതുപോലെയുള്ള കോമൺ എന്തൊക്കെയാണോ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്, എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുക. കുറച്ച് ഡ്രഗ്സ് കോമൺ ആയിട്ട് പഠിച്ചു വെക്കുക. ഒരുവിധമുള്ള ക്രോണിക് ഡിസോർഡേഴ്സിനല്ല നിങ്ങൾക്ക് ആ ഡ്രഗ്സ് എഴുതാം. എല്ലാ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിനുള്ള പേഷ്യൻസിനും അവിടെ സ്പ്യൂട്ടം പ്രൊഡക്ഷനും ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയും കഫിങ്ങും ഒക്കെ തന്നെയാണ് അവിടെ വരുന്നത്, അല്ലെ. അപ്പൊ ഈ വീസിങ്ങും ഒക്കെ തന്നെയാണ് അവിടെ വരുന്നത്. അപ്പൊ അവർക്കും അവിടെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസും കോമൺ ആയിട്ടുള്ളതെല്ലാം കോമൺ ആയിട്ട് പഠിച്ചു വെക്കാം. അതുപോലെ അതിന്റെ മാനേജ്മെന്റ്, കോമൺ സിംറ്റംസ് ഉണ്ടെങ്കിൽ അവർക്ക് മാനേജ്മെന്റ് അവിടെ എന്തായിരിക്കും? ബ്രീത്തിങ് ഡിഫിക്കൽട്ടിക്ക് ഒരേ മാനേജ്മെന്റ് ആണ്, റിസ്ക് ഫോർ ഇൻഫെക്ഷൻ ഒരു മാനേജ്മെന്റ് ആണ്, അതുപോലെ പെയിന് മാനേജ്മെന്റ് ആണ്, അതുപോലെ ലാക്ടോഫിനോളജിന് ഒരേ മാനേജ്മെന്റ് ആണ്, അല്ല. ഇതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ 5 മാർക്കിന് അറ്റലക്ടാസിസ് ചോദിക്കാവുന്ന ഒരു കണ്ടീഷനാണ്. ന്യൂമോതൊറാക്സ് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസ്, സർജിക്കൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ലങ്സിന്റെ എന്ത് സർജറി കഴിഞ്ഞാലും അത് കഴിഞ്ഞാൽ ഇവിടെ കോമൺ ആയിട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്താണ്? കുറച്ച് കോംപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അത് തന്നെ ഏതിൽ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം ഇറ്റ്സ് കോമൺ ഫോർ ഓൾ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂമോതൊറാക്സിന്റെ ഓപ്പൺ ന്യൂമോതൊറാക്സും ക്ലോസ്ഡ് ന്യൂമോതൊറാക്സും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാം. 10 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പൾമണറി ട്യൂബർക്ലോസിസ്. അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാം. ആസ്മ, പൾമണറി ട്യൂബർക്ലോസിസ്, പിന്നെ COPD. ഓക്കെ, നെക്സ്റ്റ് അറ്റലക്ടാസിസ് ഞാൻ പറഞ്ഞു. ബ്രോങ്കിയൽ ആസ്മ 5 മാർക്ക്. പിന്നെ അത് കഴിഞ്ഞാൽ ചെസ്റ്റ് ട്യൂബ് ഡ്രെയിനേജ് സിസ്റ്റം, ചെസ്റ്റിൽ നിന്നും എക്സസ് ആയിട്ടുള്ള പ്ലൂറൽ ഫ്ലൂയിഡ് പുറത്തോട്ട് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി ചെസ്റ്റ് ട്യൂബ് കണക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ചിലപ്പോൾ 5 മാർക്കിനോ 2 മാർക്കിനോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ഇന്റർകോസ്റ്റൽ ഡ്രെയിനേജ് സിസ്റ്റം എന്നും ചോദിക്കാം. ചെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ഇന്റർകോസ്റ്റൽ. നെക്സ്റ്റ് ട്രക്കിയോസ്റ്റമി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ക്രോണിക് സ്റ്റേജിലോട്ട് പോകുന്ന ആൾക്കാർക്ക് നോർമലി ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ട്രക്കിയയിൽ ഓപ്പണിംഗ് ചെയ്ത് ട്രക്കിയോസ്റ്റമിയിലൂടെ നമ്മൾ O2 കൊടുക്കാറുണ്ട്. വെന്റിലേഷൻ ആയാലും, വെന്റിലേറ്റർ ആയിട്ടുള്ള വെന്റിലേഷൻ ആയാലും അല്ല O2 ആയാലും നമുക്ക് രണ്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ട്രക്കിയോസ്റ്റമി. അതുപോലെ എംപൈമ ആൻഡ് എംപൈസീമ, ഡിഫറൻസ് ബിറ്റ്വീൻ, അതായത് ഒരു സിമിലാരിറ്റി ഉണ്ട്, വേർഡിന്റെ സിമിലാരിറ്റി ഉണ്ട്. എംപൈമയും എംപൈസീമയും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. അതുപോലെ ടോൺസിലെക്ടമി, പെരിടോൺസിലർ ആബ്സിസ് വന്ന് ടോൺസിലെക്ടമി ചെയ്ത് സർജറി കഴിഞ്ഞ പേഷ്യൻസിന്റെ കെയർ വെച്ചിട്ട് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ലങ് ആബ്സിസ് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പിസ്റ്റാക്സിസ് ഇമ്പോർട്ടന്റ് ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാഡിപീനിയ ആൻഡ് ടാക്കിപീനിയ, ഈസി അല്ലേ? റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നത് ടാക്കിപീനിയ, കുറയുന്ന ബ്രാഡിപീനിയ. ഇവ തമ്മിലുള്ള വ്യത്യാസം. ഹ്യൂമോതൊറാക്സും ന്യൂമോതൊറാക്സും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ റെസ്പിറേറ്ററി അസിഡോസിസും മെറ്റബോളിക് അസിഡോസിസും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇല്ല നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെങ്കിൽ ക്ലാസ്സിന് ജോയിൻ ചെയ്ത് ഷോർട്ട് നോട്ട്സും ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് വൺ, 5th ചാപ്റ്റർ, ദാറ്റ് ഈസ് ഡൈജസ്റ്റീവ് സിസ്റ്റം. നമ്മൾ അനാട്ടമിയിൽ പഠിച്ചതുപോലെ, അനാട്ടമിയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചതുപോലെ, അനാട്ടമി ഫിസിയോളജി പഠിച്ചതുപോലെ ഇവിടെ അനാട്ടമിയുടെ അല്ലെങ്കിൽ അബ്നോർമൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇതിൽ പ്രധാനമായിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്? 10 മാർക്കിന് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ. പലതവണ ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പെപ്റ്റിക് അൾസർ പലതവണ 10 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹെപ്പാറ്റിക് കോമ 10 മാർക്കിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഹെർണിയ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ലിവർ സിറോസിസ് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. GERD, ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ, പെപ്റ്റിക് അൾസർ, ഹെപ്പാറ്റിക് കോമ, GERD, ലിവർ സിറോസിസ്, അതുപോലെ ഈസോഫേജിയൽ വേരിസസ്, അതുപോലെ പാങ്ക്രിയാറ്റൈറ്റിസ്, അതുപോലെ ഹെർണിയ. ഇത്ര മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. 5 മാർക്കിന് അപ്പൻഡിസൈറ്റിസ് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് പെരിട്ടോണൈറ്റിസ്? ഇത് അറിഞ്ഞിരിക്കുക. വേർഡ് മീനിങ്സ് അറിഞ്ഞിരിക്കുക. ഇതുപോലെ ഇതിൽ നിന്ന് തന്നെയാണ് നമുക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പൻഡിസൈറ്റിസ് ചോദിക്കാം, അതുപോലെ ഏനൽ ഫിഷറും, ഡിഫറൻസ് ബിറ്റ്വീൻ ഏനൽ ഫിഷർ ആൻഡ് ഏനൽ ഫിസ്റ്റുല, ഹെമറോയിഡ്സ് അല്ലെങ്കിൽ ഹെമറോയിഡക്ടമി കഴിഞ്ഞ പേഷ്യൻസ്, സർജിക്കൽ മാനേജ്മെന്റ് കഴിഞ്ഞ പേഷ്യൻസിന്റെ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. കാരണം അവിടെ എല്ലാം കോമൺ ആയിട്ടുള്ള നഴ്സിംഗ് ഡയഗ്നോസിസ്, പെയിൻ ഉണ്ടാകും, സ്വെല്ലിംഗ് ഉണ്ടാകും, റിസ്ക് ഫോർ ഇൻഫെക്ഷൻ ഉണ്ടാകും, ലാക്ക് ആക്ടിവിറ്റി ഇൻടോളറൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് അവിടെ എഴുതാൻ പറ്റുന്നതാണ്. ഗാൽ ബ്ലാഡറിൽ കോളിയോലിത്യാസിസ്, സ്റ്റോൺ ഫോർമേഷൻ ഇൻ ഗാൽ ബ്ലാഡർ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഈ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത്രയും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുക. അതുപോലെ ഇലിയോസ്റ്റമി, ഗാസ്ട്രക്ടമി, കൊളോസ്റ്റമി, ഇതെല്ലാം സർജിക്കൽ മാനേജ്മെന്റുകളാണ്. ഇതെല്ലാം കോമൺ ആയിട്ടുള്ള മാനേജ്മെന്റുകളാണ് വരുന്നത്. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് 5 മാർക്കിന് ചോദിക്കാം. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ ദാറ്റ് ഈസ് കാർഡിയോവാസ്കുലർ സിസ്റ്റം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. ECG 5 മാർക്കിന്. ഇലക്ട്രോ കാർഡിയോഗ്രാം, നോർമൽ ECG, അബ്നോർമൽ ഡിസൈറ്റ്മിയാസ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അത് പഠിക്കണ്ട. നോർമൽ ECG എന്താണ്, അതിന്റെ വേവ്സ് എന്താണ്, എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അതൊന്ന് നോക്കി വെക്കുക. 5 മാർക്കിന്. നെക്സ്റ്റ് ആൻജൈന പെക്ടോറിസ് 5 മാർക്കിന് ചോദിക്കാം, 10 മാർക്കിന് ചോദിക്കാം. കൊറോണറി ആർട്ടറി ഡിസീസസ് 5 മാർക്കിന് ചോദിക്കാം, 10 മാർക്കിന് ചോദിക്കാം. മയോകാർഡിയൽ ഇൻഫാക്ഷൻ 5 മാർക്കിന് ചോദിക്കാം, 10 മാർക്കിന് ചോദിക്കാം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഹാർട്ട് ഫെയിലുവർ 10 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലുവർ 10 മാർക്കിന് ചോദിക്കാം. അതുപോലെ അതിലുള്ള നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലെ ഡ്രഗ്സ്, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സുകളെല്ലാം ഒന്ന് ആക്ഷൻസ് നിങ്ങൾ നോക്കി വെക്കുക. ഹൈപ്പർ ടെൻഷൻ 10 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം. അതെറോസ്ക്ലോറോസിസ് 5 മാർക്കിന് ചോദിക്കാം. അനൂറിസം 10 മാർക്കിന് ചോദിക്കാം. പെരിഫറൽ വാസ്കുലർ ഡിസീസസ് 5 മാർക്കിന് ചോദിക്കാം. റുമാറ്റിക് ഹാർട്ട് ഡിസീസസ് 5 മാർക്ക്. അതുപോലെ പെരികാർഡൈറ്റിസ്, മയോകാർഡൈറ്റിസ്, എൻഡോകാർഡൈറ്റിസ്, ഈച്ച് കണ്ടീഷൻ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. അതുപോലെ ഹാർട്ട് ബ്ലോക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. കാർഡിയാക് ടാമ്പണേറ്റ്, കാർഡിയോജനിക് ഷോക്ക് ഓൾറെഡി നമ്മൾ 3rd യൂണിറ്റ് പഠിച്ചു, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. പിന്നെയുള്ളത് CPR 10 മാർക്കിന് ചോദിക്കത്തില്ല, 5 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ഇത്രയും കണ്ടീഷൻസ് നിങ്ങൾ ഇവിടെ പ്രധാനമായിട്ട് പഠിക്കണം. അതുപോലെ റൈനോട്സ് ഡിസീസ് പല ക്വസ്റ്റ്യൻസിലും 5 മാർക്കിനും 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് മാത്രം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതും കൂടി ഒന്ന് പഠിക്കുക. ഡയറ്റ് ഇൻ ഹൈപ്പർ ടെൻഷൻ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, അതും പഠിക്കുക. നെക്സ്റ്റ് വൺ ബ്ലഡ് ഡിസോർഡേഴ്സ്, 7th യൂണിറ്റ് ബ്ലഡ് ഡിസോർഡേഴ്സ്. ഇതിൽ പ്രധാനമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അനീമിയ, അതുപോലെ ഹീമോഫീലിയയും ചോദിക്കാം. ലുക്കീമിയ 5 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അനീമിയ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്കിനോ 5 മാർക്കിനോ അനീമിയ ചോദിക്കാം. അതുപോലെ ടെർമിനോളജീസ്, ഹീമോഫീലിയ എന്താണ്, തലാസീമിയ എന്താണ്, ത്രോംബോസൈറ്റോപീനിയ എന്താണ്. അപ്പൊ 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന കൂടുതലായിട്ട് ചാൻസ് ഉള്ള പെർനീഷ്യസ് അനീമിയ അത് മാത്രം 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അയൺ ഡെഫിഷ്യൻസി അനീമിയ അത് മാത്രം 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അനീമിയ ടോട്ടലി 10 മാർക്കിന് വേണമെങ്കിലും ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ സ്പ്ലീൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. നെക്സ്റ്റ് 8th ചാപ്റ്റർ ദാറ്റ് ഈസ് എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്. എൻഡോക്രൈൻ ഡിസോർഡേഴ്സിൽ 10 മാർക്കിന് പ്രധാനമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയബറ്റീസ് മെലിറ്റസ്. 5 മാർക്ക്. ഡയബറ്റീസ് മെലിറ്റസ് ഹൈപ്പർ ടെൻഷൻ പറഞ്ഞതുപോലെ അതിന്റെ ഡയറ്ററി മാനേജ്മെന്റ് മാത്രമായിട്ടും അതിന്റെ ഹെൽത്ത് എഡ്യൂക്കേഷൻ മാത്രമായിട്ടും ഒക്കെ 5 മാർക്കിന് ചോദിക്കാം. ഇല്ലെങ്കിൽ ടോട്ടലി 10 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ ഇൻസുലിൻ ഇഞ്ചക്ഷനെ കുറിച്ച്, ഇൻസുലിൻ സൈറ്റിനെ കുറിച്ച്, ഇൻസുലിൻ ഇഞ്ചക്ഷൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് 5 മാർക്കിന് ചോദിക്കാം. അത് കൂടാതെ ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡക്ടമി കഴിഞ്ഞിട്ടുള്ള മാനേജ്മെന്റ്, അഡിസൺസ് ഡിസീസ്, കുഷിംഗ് സിൻഡ്രോം, അഡ്രിനൽ ഡിസോർഡേഴ്സ്, അഡിസൺസ് ഡിസീസ്, കുഷിംഗ് സിൻഡ്രോം, ഡയബറ്റീസ് മെലിറ്റസ്, ഹൈപ്പർ തൈറോയിഡിസം, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് GTT, ഗൗട്ട്. ഇത്രയുമാണ് ഇതിൽ പ്രധാനമായിട്ട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് ഇത്രയും നിങ്ങൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുക.
ഇതിൽ എന്തൊക്കെ പറഞ്ഞു? തൈറോയ്ഡ് ഡിസോർഡേഴ്സ് പ്രധാനമായിട്ടും നോട്ട് ചെയ്യുക. പാരോതൈറോയ്ഡ് അങ്ങനെ അധികം ചോദിക്കാറില്ല, വേണമെങ്കിൽ 5 മാർക്ക്, റെയർ ആണ്, 50% മാത്രം ചാൻസ്. അഡ്രീനൽ ഡിസോർഡേഴ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. അഡിസൺ ഡിസീസും കുഷിംഗ് ഡിസീസും രണ്ടും ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാം, അതുപോലെ 5 മാർക്കിനും ചോദിക്കാം. നെക്സ്റ്റ് ജൈജാൻറ്റിസം എക്രോമെഗാലി ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാവുന്നതാണ് പിറ്റ്യൂട്ടറി ഡിസോർഡേഴ്സിൽ. പിന്നെ ഡയബറ്റീസ് മെലിറ്റസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, 10 മാർക്ക് ക്വസ്റ്റ്യൻ. ഇത്രയും ഫോക്കസ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് 9th യൂണിറ്റ് ഇന്റഗ്മെന്ററി സിസ്റ്റം. ഇന്റഗ്മെന്ററി സിസ്റ്റത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും 5 മാർക്കിന് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ളത് സോറിയാസിസ് ആണ്. 5 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം, 10 മാർക്കിന് ചോദിക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉള്ളത്. പെംഫിഗസ് ഒരു 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ചോദിച്ചിട്ടുള്ള ബേൺസ് ഇമ്പോർട്ടന്റ് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഫ്ലൂയിഡ് മാനേജ്മെന്റ് ഓഫ് ബേൺസ് മാത്രമായിട്ട് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കിന് ബേണിന്റെ പേഷ്യന്റ് ഒരു സ്റ്റോറി തന്ന് ഇങ്ങനെ ബേൺസ് ഉണ്ടായി, അതിന് ബേൺസിന്റെ ക്ലാസിഫിക്കേഷൻസ്, അതിന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയാസ്, റൂൾ ഓഫ് 9 ഒക്കെ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ബേൺസ് പേഷ്യന്റ് മാനേജ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം, അതിന്റെ നഴ്സിംഗ് മാനേജ്മെന്റ്, അതെല്ലാം കണക്ട് ചെയ്ത് മെയിൻലി ഇതിനകത്ത് 10 മാർക്കിന് ഒരേ ക്വസ്റ്റ്യൻ ബേൺസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. 5 മാർക്കിന് 10 മാർക്കിന് ചോദിക്കാം. നെക്സ്റ്റ് സോറിയാസിസ് 5 മാർക്കിന് പഠിക്കാം, പെംഫിഗസ് 5 മാർക്കിന് പഠിക്കുക. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് 10th യൂണിറ്റ് ദാറ്റ് ഈസ് മസ്കുലോസ്കെലറ്റൽ ഡിസോർഡേഴ്സ്. ഓൾറെഡി നമ്മൾ ഇപ്പോൾ നോക്കിയ ക്വസ്റ്റ്യനിൽ തന്നെ മസ്കുലോസ്കെലറ്റലിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് ഫ്രാക്ചർ. 10 മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് തമ്മിലുള്ള വ്യത്യാസം, ആംബ്യൂട്ടേഷൻ, അതിന്റെ മാനേജ്മെന്റ്, ഫ്രാക്ചറിന്റെ മാനേജ്മെന്റ്, ഫ്രാക്ചറിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിക്കണം. അതിന്റെ എല്ലാ മാനേജ്മെന്റ്സും അതിന്റെ ടൈപ്സും നഴ്സിംഗ് ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും എല്ലാം കോംപ്ലിക്കേഷൻസും എല്ലാം പഠിക്കുക. അതായത് ഏത് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറോസിസ് 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോമൈലൈറ്റിസ് 5 മാർക്കിന് ചോദിക്കാവുന്നതാണ്. അത് തമ്മിൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 മാർക്കിന് ചോദിക്കാവുന്നതാണ് കേട്ടോ. പാജറ്റ്സ് ഡിസീസ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പോർട്സ് സ്പൈൻ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോമലേഷ്യ, പാജറ്റ്സ് ഡിസീസ്, ഓസ്റ്റിയോമൈലൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇത്രയും ചോദിക്കാം. പിന്നെ ഫ്രാക്ചർ വരുമ്പോൾ ഫ്രാക്ചറിന്റെ കംപ്ലീറ്റ് മാനേജ്മെന്റ്, ട്രാക്ഷൻ, കാസ്റ്റ്, സ്പ്ലിന്റ്, ആംബ്യൂട്ടേഷൻ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇത്രയുമാണ് മസ്കുലോസ്കെലറ്റൽ ഡിസോർഡേഴ്സിൽ വരുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് ചാപ്റ്റർ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒരുപാട് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ട, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്ത് ചോദിച്ചിട്ടില്ല. ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എല്ലാം നമ്മൾ അടുത്ത 5th സെമ്മിൽ പഠിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അവിടെയാണ് പ്രാധാന്യം വരുന്നത്. ഇതിലുള്ള പൾമണറി ട്യൂബർക്ലോസിസ് നമ്മൾ ഓൾറെഡി പഠിച്ചു, അത് നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതാണ്, 10 മാർക്ക് ക്വസ്റ്റ്യൻ. പിന്നെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് എയും ഒക്കെ ഒന്ന് നോക്കി വെക്കാം. പിന്നെ ചിക്കൻ ബോക്സ് കോമൺ ആയിട്ടുള്ള ഇതിൻ്റെയൊക്കെ ചെസ്റ്റ്, അത് എന്താണ്, എവിടെയാണ് എഫക്ട് ചെയ്യുന്നത്, എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു, ലെപ്രസി ഇതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഒന്ന് അത്യാവശ്യം എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, ഇത് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ചോദിക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ ഡെഫിനിഷൻ. ഇപ്പൊ 5 മാർക്കിനായിരിക്കും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ചോദിക്കുക, അതിൽ കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഇല്ല. അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ കോസസ്, ഓരോ ഡിസീസ് എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ അതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, അതിന്റെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്താണ്, എങ്ങനെ നമുക്കത് ട്രീറ്റ് ചെയ്യാം. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആവുമ്പോൾ മെയിൻലി നമ്മളവിടെ സ്പ്രെഡിങ് ആണ് പ്രിവെന്റ് ചെയ്യേണ്ടത്. അതിന്റെ പ്രിവെന്റീവ് മാനേജ്മെന്റ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ രീതിയിൽ ഒന്ന് എഴുതാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ചോദിച്ചാൽ എഴുതാൻ പറ്റും. ഇതുവരെ റെയർ ആണ്, എന്നാലും ചോദിച്ചിട്ടുള്ളത് ഡെങ്കു ഫീവർ ചോദിച്ചിട്ടുണ്ട്, ചിക്കൻ പോക്സ് ചോദിച്ചിട്ടുണ്ട്, ടൈഫോയിഡ് ചോദിച്ചിട്ടുണ്ട്, കോളറ ചോദിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിനകത്ത്. ഹെപ്പറ്റൈറ്റിസും 5 മാർക്ക്. ഹെപ്പറ്റൈറ്റിസ് ഓൾറെഡി നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിസോർഡേഴ്സിൽ പഠിക്കുന്നത് കൊണ്ട് അവിടെ വേണമെങ്കിൽ ചോദിക്കാം. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് ഇ വരെ ഉള്ള ഓരോ ടൈപ്സ്, ഹെപ്പറ്റൈറ്റിസ് എയും ബിയും സിയും മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതായിരിക്കും 5 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് മിനിമം നിങ്ങൾക്ക് പാസ്സാകാനുള്ള മാർക്കിന് പഠിക്കണമെങ്കിൽ, ഒന്ന് അത്യാവശ്യം ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ പഠിക്കണമെങ്കിൽ നന്നായിട്ട് വായിച്ച് പഠിക്കേണ്ടത്. ഇത്രയും കണ്ടീഷൻസ് ആണ്. ഇനി ഇത് പഠിക്കുമ്പോൾ എങ്ങനെയെങ്കിലും പഠിക്കുകയല്ല, ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അത്രയും നിങ്ങൾ തറവായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ പ്രസന്റ് ചെയ്യുകയും വേണം. 15 മാർക്കിന്റെ എസ്സേക്ക് നിങ്ങൾ 6 or 7 പേജസ് അവിടെ എഴുതിയിട്ടുണ്ടാകണം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് 3 പേജ് നിങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടാകണം.
അത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് മിനിമം ഹാഫ് പേജ്, ഒരു പേജ് എടുത്താൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ എഴുതുന്നു. അതുപോലെ കറക്റ്റ് ആയിട്ട് നോർമലി നന്നായിട്ട് സബ് ഹെഡിങ്സ് കൊടുത്ത് മെയിൻ ഹെഡിങ്സ് എല്ലാം അണ്ടർലൈൻ ചെയ്ത് പ്രസന്റേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും നോട്ട്സും ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാം. വളരെ ചെറിയൊരു എമൗണ്ടിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക്, എല്ലാ തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8891272927. ദിസ് ഈസ് അവർ ഓഫീസ് നമ്പർ. ഈ സെമ്മിലോ അടുത്ത സെമ്മിലോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അസിസ്റ്റൻസും നമ്മുടെ ലേൺ നഴ്സിംഗിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.